നബി തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട്, ആവർത്തിക്കേണ്ട കാര്യമില്ല. ഉമർ ഖത്താബിൻ്റെ മകനാണ് ഇബ്നു ഉമർ. അബ്ദുള്ള എന്നാണ് പേര്. അബ്ദുല്ലാഹിബിന് ഉമർ മുത്തബിഉ സുന്ന എന്നാണ് അദ്ദേഹത്തിന് സ്ഥാനപ്പേര്. സുന്നത്തിനെ പിൻപറ്റുന്നവൻ. നബി തങ്ങളെ എല്ലാ അധ്യാപനങ്ങളെയും മാനുഷികമായ ചെയ്തികളെപ്പോലും ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചവരാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മാനുഷികമായി ചെയ്ത കാര്യങ്ങൾ അവയിൽ നമുക്ക് പിൻപറ്റാൻ അധ്യാപനമില്ല. നബി ചെയ്ത എല്ലാ കാര്യവും ചെയ്യൽ സുന്നത്താണോ ചോദിച്ചാൽ അല്ല. നബിതങ്ങൾ മാനുഷികമായി ചെയ്ത കാര്യമുണ്ടാവും. ഒരു മനുഷ്യൻ എന്ന നിലക്ക് ക്ഷീണം വന്നപ്പോൾ ഉറങ്ങി, നബി ചെയ്ത പണിയാണ്. അപ്പോൾ ക്ഷീണം വരുമ്പോൾ ഉറങ്ങൽ സുന്നത്താണോ ചോദിച്ചാലോ അല്ല. അപ്പം നബിതങ്ങൾ ചെയ്ത എല്ലാം സുന്നത്താവുകയില്ല. നബിതങ്ങൾ ചെയ്തത് പ്രധാനമായും മൂന്നാക്കി തിരിക്കാം. ഒന്ന്, നബിതങ്ങൾ ചെയ്തു അത് നബിക്കു മാത്രമാണെന്ന് പ്രത്യേകമായി തെളിവുണ്ടായി എങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. നബിക്കു മാത്രം അനുവദനീയമാണ് എന്ന് തെളിവ് പ്രത്യേകം വന്നു. ഉദാഹരണമായി വിസ്വാൽ നോമ്പ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസ്വാൽ നോമ്പ് നോക്കാറുണ്ട്. വിസ്വാൽ എന്ന് പറഞ്ഞാൽ സുബഹിക്ക് നോമ്പ് വെച്ചാൽ പിറ്റേന്ന് സുബഹി വരെ. വൈകുന്നേരം നോമ്പ് തുറക്കൂല, മഗ്‌രിബിന് നോമ്പ് തുറക്കൂല. 24 മണിക്കൂർ നോമ്പ് അല്ലെങ്കിൽ 48 മണിക്കൂർ നോമ്പൊക്കെ നബി നോക്കലുണ്ട്. അതാണ് വിസ്വാൽ. അപ്പം നബി നോക്കാറുണ്ട്. പക്ഷേ ഹദീസ് കാണാം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ വിസ്വാൽ. വിസ്വാൽ നോമ്പ് നബി തങ്ങൾ വിരോധിച്ചിരിക്കുന്നു. അപ്പം നബി നോറ്റിലേച്ച് നമ്മൾ നോക്കാൻ പറ്റുമോ? ഇല്ല. നബി നോൽക്കുന്നു എന്നാൽ നോൽക്കരുത് നബി പറയുകയും ചെയ്യുന്നു. അപ്പം എന്ത് മനസ്സിലായി? നമ്മൾ നോക്കാൻ പാടില്ല, നബിക്ക് നോൽക്കാൻ അനുവാദമുണ്ട്. സ്വഹാബികൾ ചോദിക്കുകയും ചെയ്തു, നബി നിങ്ങൾ നോൽക്കുന്നുണ്ടല്ലോ. അപ്പം നബി പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെയല്ല. അപ്പം ആ വിഷയത്തിൽ നബിക്ക് മാത്രം ചില അനുവാദങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്, മനസ്സിലാക്കണം. അപ്പം അവിടെ നമുക്ക് മാതൃക ഇല്ല, നമ്മളത് വിസ്വാൽ നോൽക്കാൻ പാടില്ല. അപ്പം നബി ചെയ്തില്ലേ, നബി ചെയ്ത സുന്നത്താവൂലേ? ഇല്ല. നബി ചെയ്തു, പക്ഷെ അത് നബിക്ക് മാത്രമാണ് എന്ന് പ്രത്യേകം തെളിവ് വന്നു. നബി 4 വിവാഹം കഴിച്ചു, നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അത് ഖുർആൻ തന്നെ പഠിപ്പിച്ചു, മാക്സിമം 4. അത് നബി 5 കല്യാണം കഴിച്ചാലോ? അത് നബിക്ക് മാത്രം, നമുക്കില്ല. ഇതാണ് നബിയുടെ ഫെയിലുകൾ 1. ഇനി അങ്ങനെയില്ല, നബി ചെയ്തു, നബിക്ക് മാത്രമെന്ന് പറയാൻ പ്രത്യേകം തെളിവൊന്നുമില്ല എങ്കിൽ അത് 2 ആക്കി തിരിക്കാം. നബി ചെയ്ത ചെയ്തി നബിക്ക് മാത്രമാണെന്ന് പറയാൻ പ്രത്യേകം തെളിവില്ല എങ്കിൽ അത്തരം ചെയ്ത് 2 ആക്കി തിരിക്കാം. 1, നബി തങ്ങൾ ദീനിൻ്റെ ഭാഗമായി ചെയ്തത്. 2, ദീനിൻ്റെ ഭാഗമായിട്ടല്ലാതെ മാനുഷികമായി ചെയ്തത്. അപ്പം ദീനിൻ്റെ ഭാഗമായി ചെയ്തതാണോ നമുക്കത് നബിയെ മാതൃകയാക്കൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. മാനുഷികമായി ചെയ്ത കാര്യമാണോ എങ്കിൽ നമുക്കത് ഹലാലാണെന്ന് മനസ്സിലാക്കാം. മിനിമത്തിൽ അനുവദനീയമാണ്. കാരണം അനുവദനീയമല്ലെങ്കിൽ നബി ഒരിക്കലും ചെയ്യുകയില്ല. അപ്പം നബി അത് ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഹലാലാണ്, അനുവദനീയമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ചെയ്യാം, അതുകൊണ്ട് മാത്രം സുന്നത്താവില്ല. ദീൻ്റെ ഭാഗമായി ചെയ്താണെങ്കിൽ നമുക്കത് മാതൃകയാക്കാൻ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. കാരണം ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ആയത്ത് പ്രകാരം അതൊരു ഉസ്വത്തുൻ ഹസനയാണ്, ഒരു നല്ല മാതൃകയാണ്. അപ്പം മിനിമം അത് സുന്നത്താണ് എന്ന് പറയാം. വാജിബാണെന്ന് പറയുകയാണെങ്കിൽ തെളിവ് വേറെ വേണം. നബി ചെയ്തുകൊണ്ട് മാത്രം ഒരു കാര്യം നമുക്ക് വാജിബാവില്ല. നബി ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സുന്നത്തെന്ന് പറയാം, ദീൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ. അപ്പം ദീൻ്റെ ഭാഗമാവുകയും വേണം, നബിക്ക് മാത്രം അനുവദനീയമല്ല എന്ന് തെളിഞ്ഞു കിട്ടുകയും വേണം. എങ്കിൽ നമുക്കത് സുന്നത്തായി കണക്കാക്കാം. നബിക്ക് മാത്രമാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. നബിക്ക് മാത്രം പറഞ്ഞിട്ടില്ല, ദീൻ്റെ ഭാഗവുമല്ല. ഇപ്പം നബി ധരിച്ച വേഷങ്ങൾ, നബി ചുവന്ന കുപ്പായ ഇട്ടു, ഹദീസിലുണ്ട്. ചുവന്ന കുപ്പായ നബി ധരിച്ചു, ഹദീസിലുണ്ട്. ഹാഫ് കൈ ഇട്ടു, ഹദീസിലുണ്ട്. നബി കറുത്ത തലകെട്ട് കെട്ടി, ഹദീസിലുണ്ട്. അതുകൊണ്ട് സുന്നത്താവോ ചോദിച്ചാൽ ഇല്ല. അത് ആ നാട്ടിലെ വേഷം അല്ലെങ്കിൽ സാഹചര്യം അങ്ങനെയൊക്കെ നബി ചെയ്താണ്. മക്ക ഫത്തഹിൽ നബി വന്നപ്പോൾ കറുത്ത തലകെട്ടും കെട്ടി നബി വന്നത്. മക്ക ഫത്തഹ എന്ന് കറുത്ത തലപ്പാവും ധരിച്ചാണ് നബി കയറിയത്. ഒന്നില്ല, ഒരു സന്തോഷവേള നബി പക്ഷേ തിരഞ്ഞെടുത്തൊരു വേഷമായിരിക്കാം. അതിത്രയേ ഉള്ളൂ. നല്ല ചുവന്ന കുപ്പായ, നബിക്ക് ഏറ്റവും രസം ചുവപ്പിട്ടാലായിരുന്നതാണ്. നല്ല സുന്ദരനാണല്ലോ, ചുവന്ന കുപ്പായം കൂട്ടാൻ നബി വല്ലാത്ത സൗന്ദര്യമായിരുന്നു. നബി ചുവപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നബി ചുവപ്പിടൽ സുന്നത്തറിയാൻ പറ്റുമോ? ഇല്ല. ചുവപ്പിടൽ അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാം. അനുവദനീയമല്ലെങ്കിൽ നബി ധരിക്കൂല. അതാണ്
നബിയുടെ ഫിഇലിൽ നമുക്കുള്ള, അല്ലാതെ നബി ചെയ്തൊക്കെ സുന്നത്താവൂലേ എന്ന ചോദ്യം ന്യായമല്ല. ആവട്ടെ, ഏതായാലും നബി തങ്ങൾ ചെയ്ത എല്ലാത്തിനെയും നബിക്ക് മാത്രമെന്ന് അറിയപ്പെട്ടിട്ടില്ലാത്ത ബാക്കി കാര്യങ്ങൾ, ദീനിൻ്റെ കാര്യമാകട്ടെ മാനുഷികമായി ചെയ്ത കാര്യമാവട്ടെ, അതെല്ലാം ഇബ്നു ഉമർ അതേപടി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഇബ്നു ഉമറിൻ്റെ പ്രത്യേകത. നബി നടന്ന പോലെ നടക്കുക, നബി ഇരുന്ന പോലെ ഇരിക്കുക. എത്രത്തോളം വെച്ചാൽ അദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരിക്കലും സ്ഥലത്ത് ചിരിച്ചു. അപ്പോൾ എന്താ നമ്മൾ വെറുതെ ചിരിക്കണോ ചോദിച്ചു. അത് ഞാനും നബിയും പണ്ട് ഇതിനെ പോയപ്പോൾ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് പോകുമ്പോൾ ഇവിടുത്തെ നബി ചിരിച്ചിരുന്നു. അപ്പം അന്നെന്തോ വർത്തമാനം പറഞ്ഞ് പോവാണ്, ആ വർത്തമാനത്തിന് ചിരിക്കാനുള്ള സാഹചര്യം വന്നപ്പോൾ നബി ചിരിച്ചതാണ്. അതുപോലും പിന്നെ ആ വഴിക്ക് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ ഇബ്നു ഉമർ ചിരിക്കുന്നു. എന്നാൽ അങ്ങനെ നബിയെ പിൻപറ്റാൻ കൽപ്പനയുണ്ടോ? ഇല്ല. പിൻപറ്റൽ മോശമാണോ? ഒരിക്കലുമല്ല. അത് സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അത്രയേറെ നബിതങ്ങളെ സ്നേഹിക്കുകയും നബിതങ്ങളെ അക്ഷരം പ്രതി പിൻപറ്റാൻ ശ്രമിക്കുകയും ചെയ്ത സ്വഹാബിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അപ്പോൾ അദ്ദേഹമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്നു. അൻഹുമ എന്ന് പറയാൻ കാരണം എന്താണ്? അബ്ദുല്ലാഹിബിന് ഉമറാണല്ലോ. അപ്പം അബ്ദുള്ളയും ഉമറും ബാപ്പയും മകനും സ്വഹാബിമാരാണ്. അതുകൊണ്ട് രണ്ടുപേരെയും ചേർത്തിക്കൊണ്ടാണ് റളിയല്ലാഹു അൻഹുമ എന്ന് പറയുന്നത്. ഈ ഹദീസ് വ്യത്യസ്തമായ സ്ഥലത്തിലൂടെ വന്നു. അതൊക്കെയും ഇബ്നു ഉമറിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്.